എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പാണ് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വന്നിട്ടുള്ളത്. ആ ഒരു വിവരമാണ് വീഡിയോയിൽ പങ്കുവെക്കുന്നത്. ഒരു മാസത്തെ പെൻഷൻ കുടിശ്ശിക ചേർത്ത് 2 മാസത്തെ പെൻഷൻ അടുത്തത് വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്നാണ് അത് ലഭിക്കുക? ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോൾ വന്നിട്ടുള്ള അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. വിഷുവിനോടനുബന്ധിച്ച് 2 മാസത്തെ പെൻഷൻ ലഭിക്കും എന്നായിരുന്നു നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നത്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് വിഷുവിന് മുമ്പ് 1 മാസത്തെ പെൻഷൻ മാത്രമാണ് വിതരണം ചെയ്തത്. പെൻഷൻ 10-ാം തീയതി മുതൽ വിതരണം ചെയ്ത് ഇപ്പോൾ പെൻഷൻ വിതരണം പൂർത്തീകരിച്ച സ്ഥിതിക്ക് അടുത്ത പെൻഷനും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. അടുത്ത പെൻഷൻ 3200 രൂപയായിരിക്കും ലഭിക്കുക എന്നാണ് ഇപ്പോൾ ധനമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിന് 1800 കോടി രൂപ ഉടൻ അനുവദിക്കുമെന്നും മെയ് 15-ന് ശേഷം വിതരണ നടപടികൾ ആരംഭിക്കുമെന്നും ധനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷെ എന്ന് വിതരണം ചെയ്യുമെന്ന ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ വന്നിട്ടില്ല. മെയ് 20-ാം തീയതി ആയിരിക്കും കടമെടുപ്പ് ഉണ്ടാകുക. അതിനുശേഷമായിരിക്കും പെൻഷൻ വിതരണം ഉണ്ടാകുക. മെയ് 20-ന് കടമെടുത്ത് കഴിഞ്ഞാൽ 21 ആഴ്ച മുതലായിരിക്കും പെൻഷൻ വിതരണം ആരംഭിക്കുക എന്നുള്ളതാണ് സൂചനകൾ. അപ്പോൾ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പാണ് വന്നിട്ടുള്ളത്. നിലവിൽ 3 മാസത്തെ കുടിശ്ശികയാണുള്ളത്. 4800 രൂപയാണ് എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ലഭിക്കേണ്ടത്. അതിൽ 1 മാസത്തെ ഗഡുവാണ് അനുവദിച്ചിട്ടുള്ളത്. അടുത്ത പെൻഷനോടൊപ്പം വിതരണം ചെയ്യുന്നത് നിലവിലെ മെയ് മാസത്തെ പെൻഷനും അതോടൊപ്പം തന്നെ അതുകൂടാതെ നിലവിലുള്ള കുടിശ്ശികയിൽ 1 മാസത്തെ കുടിശ്ശികയും ചേർത്ത് 3200 രൂപയാണ് 62 ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്റ്ററിംഗ് പൂർത്തീകരിച്ച എല്ലാവർക്കും എത്തിച്ചേരുക. അപ്പോൾ മെയ് പകുതിയോട് കൂടിയിട്ട് വിതരണ നടപടികൾ ആരംഭിക്കും. ആദ്യഘട്ടത്തിൽ കയ്യിൽ വിതരണം ആയിരിക്കും ഉണ്ടാകുക. 23-ഓട് കൂടിയിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ എത്തും. ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ എത്തി 2 ദിവസത്തിനകം തന്നെ കയ്യിലും പെൻഷൻ വിതരണം ആരംഭിക്കുന്ന രീതിയിൽ തന്നെ ആയിരിക്കും പെൻഷൻ വിതരണം ഉണ്ടാകുക. മെയ് 30-ഓട് കൂടിയിട്ട് ഭൂരിഭാഗം ആളുകൾക്കും പെൻഷൻ എത്തുന്ന രൂപത്തിൽ പെൻഷൻ വിതരണ ഉത്തരവും വരുന്നതാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മെയ് മാസത്തെ പെൻഷൻ വിതരണ അറിയിപ്പാണ് ഇപ്പോൾ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അടുത്ത മാസം 3200 രൂപ 62 ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചവർക്കെല്ലാം വിതരണം ചെയ്യും എന്നും ഇതിനു വേണ്ടി 1800 കോടി രൂപ അനുവദിക്കുമെന്നുമാണ് ധനമന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്തവർക്ക് ആ ഒരു പെൻഷൻ ലഭിക്കില്ല. മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തത് കൊണ്ട് പെൻഷൻ മുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് ആ ഒരു പെൻഷനും ലഭിക്കാനുള്ള സാധ്യതയില്ല. കാരണം ഈ മാസം മസ്റ്ററിംഗ് പൂർത്തീകരിക്കാനുള്ള സമയം കഴിഞ്ഞു. മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം പറഞ്ഞ സമയത്ത് ചെയ്യാത്തത് കൊണ്ട് പെൻഷൻ മുടങ്ങിയിട്ടുള്ള ആളുകളോട് മാത്രമാണ്. ഈ വർഷത്തെ വാർഷിക മസ്റ്ററിംഗ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളതാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷനുകൾ വേഗത്തിൽ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്ക്.